ഈ ഇറാൻ അമേരിക്ക സംഘർഷം ഏതാണ്ട് 3 ആഴ്ച പിന്നിട്ട് കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് വലിയ വിമർശനം ഉയർന്നത് നമ്മുടെ വലിയധികം വരുന്ന ഇന്ത്യൻ ജനസമൂഹം വിവിധ GCC രാജ്യങ്ങളിൽ ഉപജീവനാർത്ഥം കഴിയുന്നുണ്ട്. ഇപ്പോൾ വലിയ ആശങ്ക നമ്മുടെ നാട്ടിലും വന്നിരുന്നു. ഇന്ത്യ വെറും കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നതാണ് ഈ പ്രശ്ന പരിഹാരത്തിന്, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം നമ്മുടെ പൗരന്മാരുടെ സുരക്ഷയെ കരുതിയെങ്കിലും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം എന്ന തരത്തിൽ വലിയ ആക്ഷേപങ്ങൾ അതേപോലെ വിമർശനങ്ങളും ഒക്കെ ഉയർന്നിരുന്നു. പക്ഷെ ഇപ്പോൾ കൃത്യമായും ഇതിൽ ഒരു മീഡിയേറ്ററുടെ റോളിലേക്ക് ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. കാര്യം ആഗോളതലത്തിലുള്ള ഒരു ഊർജ്ജ പ്രതിസന്ധി അടക്കം ഉള്ളതുകൊണ്ട് ഇത് നീണ്ടുപോകുന്നത് ഒരു രാജ്യത്തിനും ഗുണം ചെയ്യില്ല. ഇതിലെ കക്ഷികളായ രാജ്യങ്ങൾക്ക് മാത്രമല്ല പല രാജ്യങ്ങൾക്കും ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇന്ത്യ ഈ കാര്യത്തിൽ നിർണായക ഒരു ഘടകമായി ഒരു സമാധാന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ്. എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? എന്താണ് അതിൻ്റെ? എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ ഇതിനും നയതന്ത്രത്തിനും ഉണ്ട് അതിൻ്റേതായിട്ടൊരു സമയം. ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ പെൻറ്റഗൺ പറഞ്ഞ നിർദ്ദേശങ്ങളും അവർ എതിർത്ത നിർദ്ദേശങ്ങളുമായിട്ട് നമ്മുടെ ഹോർമൂസ് കടലിടുക്കിലേക്ക് യമണ്ടൻ കപ്പലുകളായിട്ടുള്ള USSR ജെറാർഡ് ഫോർഡ്, അതുപോലെ തന്നെ എബ്രഹാം ലിങ്കൺ, പിന്നെ മൂന്നാമതൊരു കപ്പലും കൂടെ ഉണ്ട്, അതിങ്ങോട്ട് വരുന്നതേ ഉള്ളൂ. ആ കപ്പലും ഒക്കെ ആയിട്ട് പടഹധ്വനിയുമായിട്ട് പുറപ്പെട്ടപ്പോൾ ഇറാൻ ഇപ്പോൾ അയ്യോ ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞ് കയ്യും കൂപ്പി അങ്ങേരുടെ മുമ്പിൽ കീഴടങ്ങുമെന്നാണ് വിചാരിച്ചത്, ഇയാളുടെ ഈ ശക്തി പ്രകടനം കണ്ടിട്ട്. മറിച്ച് അതെല്ലാം സംഭവിച്ചത് അവിടുത്തെ ജനങ്ങൾ, വിഘടിച്ചു നിന്ന ജനങ്ങളെല്ലാം സുഘടിതമായി ഒരൊറ്റ ദേശീയതയുടെ പേരിൽ അവർ ഒന്നിച്ചു നിന്ന് പോരാടി ജീവൻ തെളിയിക്കാൻ വേണ്ടി തയ്യാറായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇസ്രായേലിന് പോലും ചുവട് പിഴച്ചു. കുറ്റമറ്റ രീതിയിൽ പിഴവ് വരാത്ത രീതിയിൽ അമ്പയ്യാൻ അറിയുന്ന സവ്യസാചിയായിട്ടുള്ള അർജുനനെ പോലെയുള്ള ലക്ഷ്യഭേദിയായിട്ടുള്ള മിസൈലുകളും ഒക്കെ വിക്ഷേപിക്കാൻ കഴിയുന്ന അവർക്ക് പോലും തെറ്റിപ്പോയി. അവരൊരിക്കലും അറിഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നില്ല 165 കുഞ്ഞുങ്ങളെ മരണത്തിലേക്ക് തള്ളിയിട്ടത്. അവർക്ക് പറ്റിയ വലിയൊരു തെറ്റായിട്ടാണ് ഞാൻ കരുതുന്നത്. അങ്ങനൊരു കമ്മിറ്റ്മെൻറ്റ് അങ്ങനെ ആദ്യം അവർ ചെയ്യാറില്ല, ചെയ്യുമെന്ന് തോന്നുന്നില്ല. അവരുടെ ലക്ഷ്യം എണ്ണ പാടങ്ങൾ, അതുപോലെ തന്നെ അറ്റോമിക് റിയാക്ടർ കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ ഇവർ ഒളിച്ചിരിക്കുന്ന തുരങ്കങ്ങൾ, ഇതൊക്കെയാണ്. അവിടെ പാളിപ്പോയി. അവരുടെ ലക്ഷ്യം ആദ്യമായിട്ട് അവർ യുദ്ധത്തിൽ ഒരു പരാജയത്തിൻ്റെ നനവ് അറിഞ്ഞത് ഇവിടെയാണ്. തന്നെയല്ല, ഇപ്പോൾ ഏറ്റവും ഹൈഫ, ടെല്ലവീവ് ഇവിടെയൊക്കെ ആക്രമണങ്ങൾ ഗംഭീരമായി നടന്നതിന് പുറമേ ഇപ്പോൾ ഇറാൻ കൊത്തി മുറത്തിൽ കയറി കൊത്തിയെന്ന് പറയുന്നവരെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഇസ്രായേലിൻ്റെ ആണവ റിയാക്ടറിൽ തന്നെ അവർ മിസൈൽ അയച്ചിരിക്കുന്നു. ഇതുവരെ ഇങ്ങനെ ഹെസ്ബുള്ളയ്ക്കോ ഹൂത്തികൾക്കോ അല്ലെങ്കിൽ ഹമാസിനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ലാത്ത തരത്തിലുള്ള പെനിട്രേഷൻ, ഞാൻ പറയുന്നത് വലിയൊരു ആക്രമണം എന്ന് വന്നാൽ തകർത്തു എന്നല്ല ഞാൻ പറയുന്നത്, പെനിട്രേഷൻ നടത്താൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. അയൺ ഡോം നിഷ്ഫലമായെന്ന് നമ്മൾ കഴിഞ്ഞ കാല ഹമാസുമായിട്ടുള്ള യുദ്ധത്തിൽ പറഞ്ഞു. ഇസ്രായേൽ എപ്പോഴും ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഞാൻ, പക്ഷേ വളരെയധികം പരിക്ക് പറ്റി. ഇറ്റ്സ് എ വുണ്ടഡ് ലയൺ എന്ന് വേണമെങ്കിൽ പറയും. മുറിവ് പറ്റിയ ഒരു സിംഹമായിട്ടാണ് ഇപ്പോൾ പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എന്താ ഖത്തർ പറഞ്ഞത്? ഖത്തർ പറഞ്ഞു ഇറസ്പോൺസിബിൾ അഗ്രഷൻ ഓൺ എ റിപ്പബ്ലിക്. കാല് മാറി അവർ. അവിടെ ഷിയ മുസ്ലിങ്ങളാണ്, ശരിയാണ്, പക്ഷേ ഈ അവരുടെ അറബ് ദേശീയതയുടെ പേരിൽ ഇപ്പോൾ അവർ പറയുന്നു ഇസ്രായേൽ കാണിച്ചത് ഒരു ഉത്തരവാദിത്വമില്ലാത്ത അഗ്രഷൻ, അൺപ്രൊവോക്കേറ്റീവ്, പ്രകോപനം ഉണ്ടാക്കുന്നു. ഇസ്രായേലിനെ അക്രമത്തിലേക്ക് പ്രവോക്കിപ്പിക്കുകയായിരുന്നു. അതായത് ആക്ഷൻ കാണിച്ചത് ഇസ്രായേലാണ്, അതിൻ്റെ റിയാക്ഷൻ മാത്രമാണ് തങ്ങളുടെ നേരെ ഇപ്പോഴും മിസൈൽ അയക്കുന്ന ഇറാൻ കത്തി. അല്ല, ഇറാനോടൊരു വിരോധമല്ല ഖത്തറിൻ്റെ വാക്കുകളിലുള്ളത്. കാരണം എന്താ? പണ്ട് ദോഹയിലേക്ക് മിസൈൽ അയച്ച രാജ്യമാണ് പ്രകോപനപരമായിട്ട് ഇസ്രായേൽ. അങ്ങനെയാണ് അറബ് രാജ്യങ്ങളെല്ലാം കൂടെ സംഘടിച്ചത്. അപ്പോൾ അറബ് രാജ്യങ്ങളും ഇപ്പോൾ അവരുടെ ദേശീയതയുമായിട്ട് സംഘടിച്ച് നിൽക്കുന്നു. അത് ഇറാനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദേശീയതയാണ്, ഇസ്രായേലിനോട് ഒരിക്കലും ചേരുന്നതല്ല. പക്ഷേ അമേരിക്കയെ അവർ പറയുന്നില്ല. കാരണം അമേരിക്കയെ പറഞ്ഞാൽ ഉണ്ടാവുന്നത് സാമ്പത്തികമായും സൈനികവുമായിട്ടുള്ള ദുരന്തം. ആ പേടിയുള്ള രാഷ്ട്രങ്ങളാണ്. അതുകൊണ്ട് അമേരിക്കയെ തൽക്കാലമൊന്നും പറയാതെ വിട്ടിരിക്കുക. ഈ ഒരു സ്പേസിലേക്കാണ് ഇപ്പം നരേന്ദ്രമോദി ചെന്നിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ എല്ലാം രാഷ്ട്ര മേധാവികളുമായിട്ട് അദ്ദേഹം ചർച്ച ചെയ്തു. ഇപ്പോൾ എസ്പെഷ്യലി ഖത്തറുമായിട്ടാണ് ചർച്ച നടത്തുന്നത്. ഖത്തറിലേക്കും അതുപോലെ തന്നെ UAE-യിലേക്കും ആക്രമണങ്ങൾ നടത്തും. അതുകൊണ്ട് സിവിലിയന്മാർ എത്രയും പെട്ടെന്ന്
അവരുടെ എണ്ണത്താവളങ്ങളിൽ വിട്ട് പോകണം. അവരുദ്ദേശിക്കുന്നത് മിലിറ്ററി താവളങ്ങളും ആരെങ്കിലും ഉണ്ടെങ്കിൽ സിവിലിയൻസിന് ജീവൻ കൊതിയുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടുപോകുക എന്നുള്ള അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവരാ മര്യാദ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ ഈ ഒരു മര്യാദ കാണിക്കുന്നില്ല. സിവിലിയൻസ് ഒഴിഞ്ഞു പോകണമെന്ന് ഒരു മുന്നറിയിപ്പ് നൽകാതെയാണ് വെറുതെ ആൾക്കാരെ കൊന്നത്. ഒരു മുന്നറിയിപ്പും നൽകാതെ. മര്യാദകേടാണ്. യുദ്ധത്തിൻ്റെ മര്യാദകളെല്ലാം ലംഘിച്ചിട്ടുണ്ട് ഇസ്രായേൽ എന്നാണ് ഖത്തർ ഇപ്പോൾ പറയുന്നത്. നമ്മുടെ താല്പര്യം എവിടെയാണ്? ഇറാനിലുണ്ട്. ഇറാനിലുള്ള മലയാളികളെ, ഇന്ത്യക്കാരെ മുഴുവൻ ഒഴിപ്പിച്ചു കഴിഞ്ഞു. അവിടെ സേഫായി. ഇസ്രായേലിലുള്ളവർ സേഫാക്കേണ്ട കാര്യമില്ല, അത് ഇസ്രായേൽ രക്ഷിച്ചോളും. അവിടെ ഇസ്രായേലിൻ്റെ രാഷ്ട്ര നേതാവ് ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ബങ്കറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് സുരക്ഷിതത്വം. സൈറൻ വരുമ്പോൾ അതിനകത്ത് കയറി വിളിച്ചാൽ മതി. അവർ സുരക്ഷിതർ. വീടിൻ്റെ ജനലിൻ്റെയും വാതിലിൻ്റെയും അടുത്ത് വന്ന് നിൽക്കരുതെന്ന് മുന്നറിയിപ്പുണ്ട്. അവിടെ സേഫാക്കി. ഗൾഫ് രാജ്യങ്ങളിൽ അങ്ങനല്ല. നമ്മുടെ ഒരുപാട് പേര് എണ്ണപ്പാടങ്ങളിൽ വർക്ക് ചെയ്യും. നല്ല ശമ്പളവും അവർ. പക്ഷേ വളരെ റിസ്ക്കുള്ള ജോലി. അല്ലെങ്കിൽ തന്നെ റിസ്ക്കുള്ള ജോലി. കടലിലെ എണ്ണ ഖനനം എന്ന് പറയുന്നത് വളരെ റിസ്ക്കുള്ള. പക്ഷേ അതിൻ്റെ ശമ്പളമുണ്ട്. മാസത്തിൽ 15 ദിവസം ചെന്നാൽ മതി. 15 ദിവസം വീട്ടിലിരിക്കാം. ഭയങ്കര ശമ്പളമാണ്. എന്ന് പറഞ്ഞാൽ എമണ്ടൻ ശമ്പളമാണ്. അവിടെ വന്നിട്ട് അവിടെയുള്ള ആളുകളൊക്കെ 2-3 ഫ്ലാറ്റുകളൊക്കെ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ പണമോ ശമ്പളമോ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, റിസ്ക് ഉണ്ട്. ആ റിസ്ക് ഇപ്പോൾ ഫുജൈറ, അതുപോലെ തന്നെ മറ്റേ ഖത്തറിൻ്റെ എണ്ണപ്പാടങ്ങൾ, ഇവിടെയൊക്കെ വലിയ തോതിൽ മലയാളികളുണ്ട്. പിന്നെ അഡ്നോക്കിൻ്റെ എണ്ണപ്പാടങ്ങൾ. വാസ്തവത്തിൽ UAE സമ്പത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പങ്ക്, സിംഹഭാഗം ഈ അഡ്നോക്കിൽ നിന്നാണ്. നമ്മൾ ഈ ആയിരിക്കും മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ എണ്ണപ്പാടവുമായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിലും പരോക്ഷമായിട്ട് ബന്ധപ്പെട്ടതാണ് മറ്റ് സ്ഥാപനങ്ങൾ. അതിൻ്റെ കീഴിലുള്ള കോൺട്രാക്റ്റ് സ്ഥാപനങ്ങൾ, അതുവഴി അത് ഫൈനാൻസ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ, അവിടത്തേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന സ്ഥാപനങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്ന സമുച്ചയങ്ങളാണ്. അവിടെയാണ് നമ്മുടെ മലയാളികളും ഇന്ത്യക്കാരും ഒക്കെ കൂടുതലായിട്ട് ജോലി കിട്ടി നല്ല സന്തോഷമായിട്ടിരിക്കുന്നത്. ഏത് രാത്രിയിലും സ്ത്രീകൾക്ക് സഞ്ചരിക്കാവുന്ന UAE ഇപ്പോൾ കുട്ടികൾക്കോ പുരുഷന്മാർക്കോ വെളിയിലിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. പേടി, എന്തെങ്കിലും തലയിൽ വന്ന് വീണ തീർന്നില്ലേ. അപ്പോൾ അവിടെ ഇനിയും കൂടുതൽ പേടിക്കേണ്ട ഒരു സ്ഥിതി വരുമ്പോഴാണ്, ആ ഒരു സ്പേസ് വന്നപ്പോഴാണ് മോദി ഇടപെട്ടത്. അനാവശ്യമായിട്ട് ഇതുവരെ ഇടപെട്ടിട്ടില്ല. അപ്പോൾ ഈ അമേരിക്കയുടെ ഈ ദമം എന്ന് പറയുന്ന അഹങ്കാരം ഒന്ന് ശമിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ ശമിച്ചു. ഇതപ്പോൾ കണ്ടില്ലേ, താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഡിഫൻസ് അവരുടെ ഈ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിരുന്ന ആളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേര് ജോസഫ് കെന്റ് എന്ന് പറയുന്ന ആളിപ്പോൾ രാജിവെച്ചു. മിനിയാന്ന് നടന്ന സംഭവം. കാരണം ട്രംപ് ഈ യുദ്ധസമയത്ത് നോക്കൂ, ഇറാൻകാരെല്ലാം ഒരുമിച്ചാണ് പ്രകടനം നടത്തിയത്. അതേസമയം അമേരിക്ക ഈസ് ഡിവൈഡഡ്. അമേരിക്ക ഈസ് എ ഡിവൈഡഡ് ഹൗസ്. അങ്ങനെയാണ് വന്നിരിക്കുക. ഇസ്രായേലിലും മോശമല്ല, പ്രതിപക്ഷമുണ്ട്, ജനാധിപത്യ രാജ്യമാണ്. വലിയ അഭിപ്രായത്തെ ടൈമിങ്ങിനെ കുറിച്ചുണ്ട്. ഇതല്ല, ദിസ് ഈസ് നോട്ട് ദ ടൈം ഫോർ വാർ. ഒന്നാമതെന്താ, ഈ നൊയമ്പ് നടക്കുന്ന സമയം, നാളെ മറ്റന്നാളോ തുറക്കാൻ പോവുകയാണ്. പിന്നെ റമദാൻ ആ മാസം അവസാനിക്കാൻ പോവുകയാണ്. വലിയ പെരുന്നാൾ വരാൻ പോവുകയാണ്. ആ സമയം നോക്കിയിട്ടുള്ള യുദ്ധം, മുസ്ലിം രാജ്യങ്ങളെ തമ്മിലടിപ്പിച്ച് കൊല്ലുക, ഇതൊക്കെ ഈ അറബ് വംശജർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇസ്ലാമിക ദേശീയതയ്ക്ക് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്കും ഇത് തങ്ങൾ വേട്ടയാടപ്പെടുന്ന ഒരു തോന്നലുണ്ടാവാൻ ഇടയാക്കും. റാഡിക്കലിസം വളരും. അതിൻ്റെ ഫലമായിട്ട് തീവ്രവാദം വളരും. തീവ്രവാദികളുടെ എണ്ണം. ഇതിപ്പോൾ ട്രംപിനെ ഒരു ഫത്വ, അവിടുത്തെ ഇനിയും വരും. അടുത്ത ഇപ്പോൾ മജ്താബയെ കൊന്ന അടുത്ത ആൾ വരും, അയത്തുള്ള ഖമേനിയെ പോലെ ഫത്വ പുറപ്പെടുവിക്കും. ട്രംപിൻ്റെ തലയ്ക്കായിരിക്കും അവരാദ്യം ഫത്വ കൽപ്പിക്കുന്നത്. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ലോകം, നമ്മൾ ഈ കാണുന്ന ലോകത്തിലായിരിക്കത്തില്ല നമ്മൾ ജീവിക്കും. തീവ്രവാദ കെടുതികൾ, ഒന്നാമത് അമേരിക്കയുടെ ആ വികൃതികൾ കൊണ്ട് നടന്നിട്ടുള്ള ആ കെടുതികൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പം വിമാനത്തിൽ പോകും, പണ്ട് ഇതുപോലെ ചെക്കിങ് ഉണ്ടായിരുന്നു. ശരീരം ആസകലം എത്ര തവണയാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ലഗേജ് പരിശോധന, ഇതെല്ലാം ഒന്ന് സുഖമായിട്ട് യാത്ര ചെയ്യുന്ന ആ ശുഭയാത്ര നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും ഒരു ഹൈജാക്ക് ഉണ്ടാവാം, ബോംബ് വെച്ച് നടത്താം വിമാനങ്ങളിലുള്ള ഭീകരതയുടെ പേടികൾ. വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ നാശത്തോടു കൂടി അത് വർദ്ധിച്ചു വരുന്നു. അങ്ങനെയുള്ള നമ്മൾ പേടിക്കേണ്ട ഒരു ലോകത്തിലായിരിക്കും നാളെ ജീവിക്കുക. ഇങ്ങനെയൊക്കെ യുദ്ധങ്ങൾ ചെയ്തു വെച്ചാൽ, എന്നാൽ ഇവരുടെ ലക്ഷ്യം പൂർത്തിയാക്കിയോ? അതിശക്തമായിട്ട് റബ്ബർ പന്ത് അടിക്കുമ്പോൾ അതിശക്തമായിട്ട് തിരിച്ചു വരുന്നത് പോലെ, ബൂമറാങ് പോലെ ഇറാൻ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണവ കേന്ദ്രങ്ങളിൽ വരെ, അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഡാൻസിങ് മിസൈലുകൾ വരെ ഇപ്പം നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആകാശത്ത്. എന്തൊരു കെടുതികളാണ് ഇവർ ഭരിച്ചു. ആലോചനയില്ലാത്ത പ്രൊവക്കേറ്റീവായിട്ടുള്ള ഇറസ്പോൺസിബിളായിട്ടുള്ള അറ്റാക്കിൻ്റെ ഫലമായിട്ട് തന്നെയല്ല ഇപ്പം മോദി പോകുന്ന ആ ഒരു സ്പേസിലേക്കാണ്. ഇവർക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല. മോദി ആ ഹോർമുസ് കടലിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള മോചനം ഉറപ്പാക്കിയിട്ട് മോദി മടങ്ങുകയുള്ളൂ.
ഇതൊന്നും വിളിച്ചു പുറപ്പുറത്ത് കയറിയൊന്നും പോവുകയില്ല, ഗിരിപ്രഭാഷണം നടത്തുകയില്ല. ഹി വിൽ ഡു ദി ആക്ഷൻ, ഹി വിൽ ഗെറ്റ് ഇറ്റ് ഡൺ. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ 7 കപ്പലുകൾ ഇന്ത്യയിലേക്ക് വരുന്നത്. ഓരോന്നിലും 30,000 ടൺ ബ്രന്റ് ക്രൂഡ് ഓയിലാണുള്ളത്. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഏതാണ്ട് എത്ര ഊഹിച്ചാൽ മതി, 30,000 × 7 ആണ് 21 ലക്ഷം അല്ലേ, 21 ലക്ഷത്തോളം ടൺ ഓയിൽ ഇന്ത്യയിലെ മംഗല വരികയാണ്. പല തുറമുഖങ്ങളിൽ വന്നടുക്കും. അതിൻ്റെ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റും അതിൻ്റെ റിഫൈനറികളിലേക്ക് അത് പോയി ശുദ്ധീകരിച്ച് ഇന്ത്യയുടെ സ്ഥിതി വളരെ ഭദ്രമാണ്. ഏതിൻ്റെ കാര്യത്തിൽ? ഗ്യാസിൻ്റെ കാര്യത്തിലല്ല, ഓയിലിൻ്റെ കാര്യത്തിൽ. ഗ്യാസിൻ്റെ കാര്യത്തിൽ വലിയൊരു ഭീഷണിയുണ്ട്, അതും പരിഹരിക്കത്തക്ക രീതിയിലാണ് പോകുന്നത്. ഖത്തറാണ് ഏറ്റവും വലിയ LPG സപ്ലയർ. അതുകൊണ്ടാണ് ഖത്തറുമായിട്ട് നമ്മൾ ചർച്ച നടത്തുന്നത്. ഖത്തറിൽ നിന്ന് ഇനി ഉടനെ തന്നെ കപ്പലുകൾ പ്രതീക്ഷിക്കാം. കപ്പലുകൾക്ക് വരണമെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് വേണം. ആ ഹോർമൂസ് കടലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളും. ഇറാനും അംഗീകരിക്കും. ഇപ്പം തന്നെ സമ്മതിക്കുന്നുണ്ട് അവർ കപ്പലുകൾ പോലെ സുരക്ഷിതമായിട്ട് ശിവാലി, നന്ദ അല്ലേ എന്നൊക്കെ പറയുന്ന കപ്പലുകൾ. ശിവാലി നമ്മുടെ വന്നു കഴിഞ്ഞു, തേയിലത്തടുത്ത് ഇപ്പോൾ അതിൻ്റെ അൺലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. മോദി ഏറ്റവും ഉചിതമായ സമയത്ത് ഇടപെട്ടിട്ടുണ്ട്. മോഡി ഇറങ്ങും, ഈ യുദ്ധം തീരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.